കല്യാണത്തിന്റെ സമയത്താണ് ഞാനും എന്റെ ഫിയാൻസിയും കൂടെ വേറെ ഷോപ്പിൽ പോയത്. ഒരു 2024 ലാസ്റ്റ് ആ ടൈമിലാണ്. ഇവരുടെ പേജില് ഫോട്ടോസും ആ വീഡിയോസ് ഒക്കെ കണ്ടിട്ടാണ് ഒരു നല്ലൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു, നല്ല സാധനം കിട്ടുന്നുള്ളത്. അവിടെ ചെന്നപ്പം മറ്റേ പേജിലൊക്കെ ഉണ്ടായിരുന്ന കണ്ണാടി കാണിച്ച സ്റ്റാഫ് അവരാണ് ഉണ്ടായിരുന്നത്. ഒന്നാമത്തെ അവർക്ക് എടുത്ത് കാണിക്കാൻ താല്പര്യമില്ല. എന്നെ കൊണ്ടൊക്കെ എടുത്ത് കാണിച്ചത് ഒരു ക്വാളിറ്റി ഇല്ലാത്ത സാധനം. കെ ഫാമിലി ഇന്നലെ വരെ അഹാന കൃഷ്ണയുടെ സാരി ആയിരുന്നു മെയിൻ ആയിട്ട് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരുന്നതെങ്കിൽ ഇന്ന് ഓബയോസിയുടെ ദിയ കൃഷ്ണയുടെ ഓർണമെന്റ്സിനെ കുറിച്ചാണ് സംസാരം വരുന്നത്. എനിക്ക് തോന്നുന്നു ഇവരുടെ ഫാമിലിക്ക് ഏറിയെന്നൊന്ന് താഴോട്ട് ഇറങ്ങാനുള്ള സാവകാശം കിട്ടുന്നില്ല. ഒന്നിനു പിറകെ ഒന്നായിട്ട് ഇവരിങ്ങനെ കേറുക ഇറങ്ങുക. ഇതാണ് ഇപ്പൊ ഇവരുടെ അവസ്ഥ. ഓബിയോസിയുടെ ഷോപ്പില് ഓർണമെന്റ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോയ ഒരു വ്യക്തി അവര് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അവരുടെ ഓർണമെന്റ്സിന് ക്വാളിറ്റി ഇല്ല, കാണാൻ കൊള്ളത്തില്ല, ആർക്കും യൂസ് ചെയ്യാൻ പറ്റത്തില്ല, ആ രീതിയിലാണ് ഉള്ള പ്രൊഡക്ട്സ് ആണ് ഷോപ്പിൽ പോയപ്പം അവിടെ ഉണ്ടായിരുന്ന വ്യക്തികള് ഇവർക്ക് കാണിച്ചു കൊടുത്തത്. അതും ഒരു താല്പര്യം ഇല്ലാത്ത രീതിയിൽ ആർക്കോ വേണ്ടി എന്ന പോലെ അവരെ കാണിച്ചു കൊടുത്ത കുറച്ച് കാര്യങ്ങൾ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം പറയാനും മറക്കരുത്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇവർ പറയുന്നതൊക്കെ നല്ല പ്രീമിയം ക്വാളിറ്റി അങ്ങനെയൊക്കെ പറയുന്നത്. അതുപോലെ നല്ലൊരു സാധനമാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ നമുക്ക് ഒട്ടും വാങ്ങിക്കാൻ തോന്നാത്തൊരു ടൈപ്പ് സാധനം വരുന്നുണ്ടായിരുന്നത്. ഇതിന്റെ കളറും ഭയങ്കര മോശം എന്ന് പറഞ്ഞാൽ ഒരു ബ്രൈഡിന് രണ്ട് ജൂനിയേഴ്സ് ഇടുന്ന പോലൊരു നിൽക്കുന്ന നല്ല സാധനമല്ല. അപ്പൊ ആദ്യം ഒരു പീസ് ഇതായിരിക്കും കുറച്ച് ചിലപ്പോ റേറ്റ് കുറഞ്ഞ ഈ ക്വാളിറ്റിയുള്ള സാധനമായിരിക്കും. നേരെ നല്ലത് കാണുന്നില്ല. അങ്ങനെ നേരെ ചോദിച്ചപ്പോ എടുത്തുതരാൻ വയ്യ, അത് മെയിനായി എങ്ങനെയെങ്കിലും എടുത്തു തന്നു. അത് നോക്കിയപ്പോ അതും ഇതേപോലെ തന്നെ കുറേ ബോക്സിൽ കുറേ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ കണ്ടത് മൊത്തം ഒരു ക്വാളിറ്റി ഇല്ല, ഒരു ഫിനിഷിംഗ് ഇല്ല. കണ്ടാല് ഒരു ലോക്കൽ തോന്നും. അന്ന് എങ്ങനെയായിരുന്നു, നമുക്ക് കൂടുതൽ ടൈമോടെ നിൽക്കാൻ പോലും തോന്നില്ല. നമ്മള് പെട്ടെന്ന് ഇറങ്ങി ഇല്ല, നമ്മള് അവിടെ നിന്ന് പർച്ചേസ് ചെയ്തില്ല. 2 കാര്യം കൊണ്ടുവരുവാൻ അവിടെ തന്നെ എടുക്കാത്തിരുന്നു. എല്ലാവർക്കും സാധനം ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. കാര്യം ക്വാളിറ്റി നമുക്കൊരു വെഡിങ്ങിന് പർച്ചേസ് ചെയ്യാനാ പോയത്. കടലിടാൻ പറ്റുന്ന നമ്മൾ ഇവരുടെ ഫോട്ടോസ് ഒക്കെ കണ്ടപ്പോൾ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. നമ്മൾ ഉദ്ദേശിച്ച സാധനമേ അല്ല അവിടെ ഉണ്ടായിരുന്നത്. അതിന്റെ കൂടെ ഇവർക്ക് എനിക്ക് തരാൻ ഇൻട്രസ്റ്റും ഇല്ല, സ്റ്റാഫൊന്നും ഒട്ടൊരു താല്പര്യമില്ലാതെയാണ് നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കൊണ്ടുള്ളൊരു ഇതിലാണ് നിന്നത്. അങ്ങനെയാണെങ്കിലും സാധനം നല്ലതാണെന്നൊക്കെ എടുക്കുമായിരുന്നു. ഫോട്ടോയിൽ കാണുന്നത് പോലെയാണ് പ്രൊഡക്റ്റ് എന്ന് വിചാരിക്കരുത്. കാരണം ഫോട്ടോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറ ട്രിക്ക് വെച്ചിട്ട് നമുക്ക് എന്ത് തേങ്ങാക്കൊല വേണമെങ്കിലും അതിൽ ചെയ്യാൻ പറ്റും. പക്ഷേ അതായിരിക്കണം എന്നില്ല യഥാർത്ഥ്യം. പക്ഷെ ഇവരുടെ ഓർണമെന്റ്സ് മേടിക്കുന്ന കുറെ ആൾക്കാരുണ്ട്, പക്ഷെ അവരുടെ ഒന്നും കംപ്ലൈന്റ് കണ്ടിട്ടില്ല, ക്വാളിറ്റി ഇല്ല എന്നുള്ള രീതിയിൽ. മുമ്പ് എപ്പോഴോ ഏതോ ഒരു കസ്റ്റമർ ഇവര് പൊട്ടിയിട്ടുള്ള സാധനങ്ങളാണ് അയക്കുന്നത്, അത് തിരിച്ചെടുക്കുന്നില്ല എന്നെങ്ങാണ്ട് പറഞ്ഞിട്ട് ഒരു ഇഷ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു. ക്വാളിറ്റി ഇല്ല എന്നുള്ള രീതിയിൽ ഇഷ്യൂ വല്ലതുള്ളതായിട്ട് എനിക്ക് ഓർമ്മയില്ല. നമ്മൾ കണ്ടിടത്തോളം എന്താണ് ഈ വീഡിയോയിലൊക്കെ കാണുന്ന ഒരു ഫിനിഷിംഗ് വന്ന വർക്കുകളുണ്ടല്ലോ, അതൊന്നും ഇല്ലാത്തവരുമായി ട്രാവലിൽ വെച്ച് വെച്ചേക്കുന്ന കളക്ഷനാണ് നമുക്ക് ഫുള്ളെടുത്ത് കാണിച്ചത്. ഒരെണ്ണം പോലും നല്ലതില്ല. അതായത് ഇതാണോ ഇനി അവര് കൊറിയർ ചെയ്യുന്നത്, അത് ഇനി പ്രീമിയം സാധനങ്ങൾ വേറെ മാറ്റി, അതായത് ഇപ്പൊ വന്ന് കയറാൻ നേരത്തെ അവരുടെ ചുക്കോ അല്ലെങ്കിൽ എങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ജഡ്ജ് ചെയ്തിട്ടാണ് നമുക്ക് കൊടുക്കുന്നത് നമ്മൾ അറിഞ്ഞൂടാ. തിരിച്ചിറങ്ങി പോകാൻ നേരത്താണെങ്കിലും ഒരു മൈൻഡില്ല, പോണെ പോട്ട് അന്ന് അതൊക്കെ പീക്ക് ടൈമായിരുന്നു തോന്നുന്നു കത്തിക്കുന്നതിന്റെ. സാധനം കുഴപ്പമില്ല, ഒരു ക്വാളിറ്റി ഇല്ല. നമ്മൾ ഫോട്ടോസിലൊക്കെ കാണുമ്പോൾ പ്രതീക്ഷിക്കുമല്ലോ നല്ലൊരു ലുക്കുള്ള സാധനം ആയിരിക്കും എന്ന്. പക്ഷേ എടുത്തു തരുന്നതാണ് മീഷോയിൽ നല്ല കാലം വാങ്ങിയിട്ടുണ്ട്. പക്ഷെ ആ ക്വാളിറ്റി കൊണ്ട് എനിക്ക് ഫീൽ ചെയ്തില്ല, നമുക്ക് വാങ്ങിക്കാനും തോന്നിട്ടില്ല. ഇവരുടെ സ്റ്റാഫ്സ് കുറച്ചുപേര് തട്ടിപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു. ആ സമയത്തുള്ള എക്സ്പീരിയൻസ് ആണ് ഇവര് പറയുന്നത്. സ്വാഭാവികം, കാരണം അവർക്ക് വേണ്ടത് തട്ടിപ്പ് നടത്താനുള്ള കസ്റ്റമർ ആയിരിക്കും. ചിലപ്പോ ഇവരുടെ ലുക്കൊക്കെ നോക്കിയിട്ട് അയ്യേ ഇവരൊന്നും എടുക്കാൻ പോണില്ല എന്നുള്ള മൈൻഡ് സെറ്റിലായിരിക്കും
അവര് പെരുമാറരുത്. എന്നാൽ അത്യാവശ്യം ലുക്കിലുള്ള ആൾക്കാരുടെ അടുത്ത് പോയിട്ട് അവർ നല്ല രീതിയിൽ പെരുമാറുന്നുണ്ടാവും. കാരണം ആ സമയത്ത് മണിയാണല്ലോ അവരുടെ മെയിൻ ടാർഗറ്റ്. അവിടെ നിന്ന് ഇത്രയും ദൂരെ പോയി അവിടെ പോയി ഷോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ച് പോയിട്ടും ഒന്നും തന്നെ എടുക്കാതെ തിരിച്ചിറങ്ങി വരേണ്ടി വന്നത് അവിടുത്തെ ക്വാളിറ്റി കണ്ടിട്ട് തന്നെയാണ്. ലോ ക്വാളിറ്റി സാധനമാണ് അവിടെ കാണിച്ചത്. പക്ഷെ ഇപ്പോഴത്തെ എനിക്ക് അറിയത്തില്ല, ആരെങ്കിലും ഒക്കെ ഒബയോസിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട്, അപ്പൊ നിങ്ങൾക്ക് ഹൈ എൻഡ് സാധനമാണ് കിട്ടിയെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയൂ. സത്യം പറഞ്ഞാൽ ഇവരുടെ പേജിൽ നിന്ന് എനിക്കും ഇങ്ങനെ ഈ ആദ്യകാലങ്ങളിലൊക്കെ ഇത് കാണുന്ന സമയത്ത് പല പ്രോഡക്റ്റും കാണുമ്പോൾ പ്രീമിയം എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രീതിയിലാണ് ഇത് പ്രൊമോട്ട് ചെയ്തോണ്ടിരുന്നത്. പക്ഷെ ഇതൊക്കെ കാണുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്യാറുണ്ടായിരുന്നു ഇതാണോ പ്രീമിയം ക്വാളിറ്റി. കാരണം പലതും മറ്റേ ഓറഞ്ച് ഷെയ്ഡൊക്കെ വരുന്ന അങ്ങനത്തെ കളറിലുള്ള സംഭവം ഉണ്ടല്ലോ, അതിനൊക്കെയാണ് പ്രീമിയം എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ ഈ പേജിൽ കാണുന്ന പല സാധനങ്ങളും ഞാൻ വേറെ പേജുകളിൽ കാണാറുണ്ട്, ഫ്ലിപ്കാർട്ടില് പിന്നെ മീഷോയിലൊക്കെ കാണാറുണ്ട്. പക്ഷെ ഈ മീഷോയുടെ ക്വാളിറ്റിനെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. കാരണം കിട്ടിയാ കിട്ടി, ഇല്ലേ പോയി എന്നുള്ള രീതിയിലാണല്ലോ മിക്കവാറും ഒക്കെ വരാറുള്ളത്. സോ അതിന് നമുക്ക് ഒരു അഷുറൻസ് എന്തായാലും പറയാൻ പറ്റില്ല. ഇവരിപ്പോ ഈ ഒബയോസിൽ ഇപ്പൊ സെല് ചെയ്യുന്ന കുറെ സാധനങ്ങൾക്ക് റീസെന്റ് ഞാൻ കണ്ട കുറെ സാധനങ്ങൾ 1 gram ഗോൾഡ് പ്ലേറ്റഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്നത്. അതിന്റെ ഒരു പ്രൈസ് ഒരു ഇളക്കത്താലി, ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് സാധനമാണല്ലോ ഈ ഇളക്കത്താലി എന്ന് പറയുന്നത്. സിംഗിൾ ലൈൻ ഇളക്കത്താലി ചോക്കർ 1 gram ഗോൾഡ് പ്ലേറ്റഡ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. 1099 rupees ആണ് ഇതിന്റെ റേറ്റ്. ഇതേപോലെ നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഗോൾഡ് പ്ലേറ്റ് ചെയ്തതെന്ന് എനിക്കറിയത്തില്ല, ഗോൾഡ് പ്ലേറ്റ് ചെയ്തതാണോ അല്ലാത്തതെന്നുള്ളത്. അങ്ങനത്തെ ഒരു സാധനം ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു മീഷോയിന്ന്. വേറെ 316 രൂപ എനിക്ക് അതിനായുള്ളൂ. ഞാൻ അതിന്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഇതിന്റെ ഈ വീഡിയോ കഴിഞ്ഞതിന് ശേഷം ആ ഷോർട്ട് വീഡിയോ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും ഇളക്കത്താലി ഇത്രയും റേറ്റ് കുറവിനോ എന്ന് പറഞ്ഞിട്ട്. ആ വീഡിയോക്കകത്ത് ഞാൻ കറക്റ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്, ഡേ ലൈറ്റിൽ ഞാൻ കാണിക്കുന്നുണ്ട്, പിന്നെ എന്റെ ഗോൾഡ് ചെയിന്റെ കൂടെ വെച്ചിട്ടും കാണിക്കുന്നുണ്ട്. നമ്മൾ സാധാരണ ഒരു പുതിയൊരു ഗോൾഡ് എന്തെങ്കിലും ഓർണമെന്റ് വാങ്ങി കഴിഞ്ഞാൽ അതിന്റെ ഒരു കളർ ഉണ്ടല്ലോ, ആ കളറിലാണ് ആ സാധനം വരുന്നത്. അത് കണ്ട ഗോൾഡ് പ്ലേറ്റഡ് എന്ന് തോന്നി. എനിക്ക് അറിയത്തില്ല 1 gram ഗോൾഡ് പ്ലേറ്റഡ് എന്ന് ഈ ഒരു വെബ്സൈറ്റിനകത്ത് കണ്ടതിന് ശേഷം ഞാൻ അതൊന്നും ചുരണ്ടി നോക്കി. അപ്പൊ സത്യം പറഞ്ഞാൽ അത് ഇളകിയൊന്നും വരുന്നില്ല. പിന്നെ എന്തോ ഒരു കട്ടിയുള്ള സാധനം അതിന്റെ പുറത്തുള്ള പോലെ എനിക്ക് തോന്നി, ഒരു ലെയർ. എന്തായാലും നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. പെട്ടെന്ന് കളർ പോകുന്ന ടൈപ്പ് ആണെന്ന് എനിക്കത് കണ്ടിട്ട് തോന്നിയില്ല. നല്ല ക്വാളിറ്റി സാധനമാണ്. ഒരു 316 രൂപ. ഇവരുടേത് 1099. ഓവർ പ്രൈസ്ഡ് ആണ് ഒബയോസിയുടേതെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അവർക്ക് ഇനി എത്ര സ്റ്റാഫ് ഉണ്ടെന്ന് പറഞ്ഞാലും എത്ര ഇതുണ്ടെന്ന് പറഞ്ഞാലും പിന്നെ ഇതെല്ലാം അവരുടെ ബിസിനസ് ആണ്. സോ അവർക്ക് പ്രോഫിറ്റ് എത്രത്തോളം വേണമെന്നുള്ളത് ഡിസൈഡ് ചെയ്യാനുള്ള അവകാശം അവർക്കുണ്ട്. നമ്മുടെ പൈസ എവിടെ സ്പെൻഡ് ചെയ്യണം, എങ്ങനെ സ്പെൻഡ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ്. സോ എല്ലാവരും കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ ചിന്തിച്ച് സ്പെൻഡ് ചെയ്യൂ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സോ താങ്ക് യു. ഇവര് ഈ പ്രൈസ് വ്യത്യാസം ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്നറിയോ? ഈ സാധനങ്ങള് ആൾക്കാരിലേക്ക് പ്രസന്റ് ചെയ്യാൻ വേണ്ടിട്ട് ഇവര് കുറെ കാര്യങ്ങള് എന്ത് ചെയ്യുന്നുണ്ട്, ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. അവര് ചുറ്റുപാടുള്ള കാര്യങ്ങളാണെങ്കിലും അവര് എടുക്കുന്ന ക്യാമറയാണെങ്കിലും ഇതൊക്കെ വെച്ചിട്ടാണെന്ന് തോന്നുന്നു ഇവര് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. ഹാനകൃഷ്ണയുടെ സാരിയുടെ കാര്യം കണ്ടിട്ടില്ലേ? അതിൽ എക്സ്പ്ലനേഷൻ ആയിട്ട് വന്ന ആ സ്ത്രീ പറയുന്ന കേട്ടോ, അത് ഒരാളിലോട്ട് പ്രസന്റ് ചെയ്യുന്ന രീതിക്ക് വരെ അവർ പൈസ എടുക്കും. അവര് ഇടുന്ന ക്യാമറ, ബാക്ക്ഗ്രൗണ്ട് എന്ത് തേങ്ങയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവര് ഒരു സാധനം ആൾക്കാരിലോട്ട് പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോന്ന് ചെയ്യുന്നു, എന്നിട്ട് അതിന്റെ പൈസയും കൂടെ അതിൽ ആഡ് ചെയ്തിട്ട് ആൾക്കാരിൽ നിന്ന് എടുക്കുന്നു. ഇതാണോ നിങ്ങളുടെ കസ്റ്റമർ സർവീസ്? അങ്ങനെയാണെങ്കിൽ ഇതിനെ തെണ്ടിത്തരം എന്ന് പറയുന്നതിൽ തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഈ ദിയ കൃഷ്ണയുടെ കാര്യത്തില് അവരുടെ സ്റ്റാഫ്സിന്റെ കുഴപ്പമായിരിക്കും. കാരണം ദിയ കൃഷ്ണ അവിടെ ഇല്ല. അന്ന് അവരെ പറ്റിച്ച ആ 3 സ്റ്റാഫുകളാണ് ഇവര് പോയ സമയത്ത് ഇവരെ ഡീൽ ചെയ്തിരുന്നത്. സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ആ സ്റ്റാഫിന്റെ പ്രശ്നമായിരിക്കാം. അതുകൊണ്ട് ഇപ്പൊ ഇവിടെ ദിയ കൃഷ്ണനെ കുറ്റം പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഞാൻ പറയുന്നില്ല. പക്ഷെ എടുക്കുന്ന പ്രൊഡക്റ്റിലെ ആൾക്കാരെ പറ്റിക്കാതിരിക്കുക. ശരി എന്നാ.